അവിടുത്തെ ജനലൊന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. അതുവരെ ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് അങ്ങ് ആ ടണൽ കഴിയുന്നതോടുകൂടി മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫ്രണ്ടിൽ താഴോട്ട് നോക്കിയപ്പോഴും ഞാൻ താമസിക്കുന്നത് വീടിന്റെ ചുറ്റും ഹായ്. അങ്ങനെ ആ ടിബറ്റൻ തീമുള്ള ഹോം സ്റ്റേയിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഒട്ടും വയ്യ. ആഹാരമൊക്കെ കഴിച്ചിട്ട് പുറത്ത് ഡ്രൈവ്, അതായത് അടുത്തിന് പോകാൻ ഉദ്ദേശിക്കുന്ന മണാലിയിലേക്കാണ്. അങ്ങനെ മണാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ ഹോട്ടലിന്റെ ഡോറിൽ ഞങ്ങൾ മലയാളി വ്ളോഗറിന്റെ മലയാളത്തിലുള്ള ഒരു ഐക്കൺ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള മറ്റു ട്രാവലേഴ്സിനെയൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് നേരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രാവലായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആ സമയത്ത് കണ്ട ഒരു ചെറിയ കടയിൽ ഞങ്ങൾ കയറിയിട്ട് അവിടെ നിന്ന് മാഗിയും ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ടണലായിട്ടുള്ള അടൽ ടണൽ, അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെ അടൽ ടണലിൽ കയറി പുറത്തിറങ്ങിയ സമയത്ത് അവിടെ മൊത്തം ഫോഗായിരുന്നു. അതുവരെ ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് അങ്ങ് ആ ടണൽ കഴിയുന്നതോടുകൂടി മാറുകയാണ്. അങ്ങനെ അടൽ ടണൽ കടന്ന് വൈകുന്നേരം നൈറ്റ് മണാലിയിൽ ഒരു സ്റ്റേ സെറ്റ് ചെയ്ത് അവിടെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ മണാലിയിലെ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് യാതൊരു കുറവുമില്ല. എനിക്ക് ആ വയ്യായ്മ അങ്ങനെ തന്നെ ഉണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടുത്തെ ജനലൊന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ വീട്ടിന്റെ ഫ്രണ്ടിൽ മൊത്തം ആപ്പിള് അടിക്കുക. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു വീടുകളിലൊക്കെ തേങ്ങ ഇങ്ങനെ കൂട്ടമായിട്ട് ഇട്ടേക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാങ്ങ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആപ്പിൾ അത്രയും കൂട്ടമായിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ അതെനിക്കൊരു പുതിയ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫ്രണ്ടിൽ താഴോട്ട് നോക്കിയപ്പോഴും ഞാൻ താമസിക്കുന്നത് വീടിന്റെ ചുറ്റും ആപ്പിൾ മരങ്ങളാണ്. അത് ആപ്പിൾ മരമൊന്നും മാത്രമല്ല, ആപ്പിൾ മരത്തിൽ നിറച്ച ആപ്പിളുമാണ്. അവിടെ നിന്ന് തിരിക്കാൻ നേരത്ത് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് ഈ ആപ്പിൾ മരത്തിൽ ഒന്നും പറിച്ചില്ല. കാരണം നമുക്കത് പെർമിഷൻ ഇല്ലാതെ അവരുടെ അടുത്ത് ചോദിക്കാതെ നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുമായിരിക്കും. പക്ഷെ നമ്മളത് അങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരു പെട്ടി നിറച്ച് ആപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് ഞങ്ങൾ വണ്ടി സർവീസ് ചെയ്യണം. കാരണം ഒരുപാട് ട്രാവൽ ചെയ്തല്ലോ, ഈ ലേ മൊത്തം ട്രാവൽ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി സർവീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് റോയൽ എൻഫീൽഡിന്റെ മണാലിയിൽ തന്നെയുള്ള സർവീസ് സെന്ററിൽ പോവുകയും അവിടെ സർവീസ് ചെയ്തു. ഒരു 2 മണിക്കൂർ ടൈം എടുത്തു. നല്ല സർവീസ് ആയിരുന്നു. അത് ഞങ്ങൾക്ക് കാണാനും പറ്റി. ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ട് സർവീസ് ചെയ്യുന്നതും കാണുന്നുണ്ട്. അവർ അവിടെ വെച്ച് ഞങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതല്ല, ട്രാവലേഴ്സ് ആയതുകൊണ്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് 100-150 കിലോമീറ്റർ കടന്നതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആപ്പിൾ എവിടെ ആപ്പിൾ എടുക്കാൻ വിട്ടുപോയി. ആപ്പിൾ റോയൽ എൻഫീൽഡിന്റെ സർവീസ് സെന്ററിൽ നമ്മൾ മറന്നു വെച്ചു. പിന്നെ ഇനി ഇത്രയും കിലോമീറ്റർ ബാക്കിലേക്ക് പോയിട്ട് ആപ്പിൾ എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഷിംലയിൽ നിന്നുള്ള ആപ്പിൾ എന്തായാലും മിസ് ചെയ്തു. ഷിംലയിലുള്ള ഒരു ആപ്പിൾ പോലും കഴിച്ചില്ല ഡയറക്റ്റ് ആയിട്ട്. അതിന് അടുത്ത ട്രാവലിൽ വന്നിട്ട് കഴിക്കാം. ഇനി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലേയിൽ പോകണം എന്നുള്ള ട്രാവലിനോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടിരുന്ന ഒരു ലൊക്കേഷനാണ് കേദാർനാഥിലേക്കുള്ളത്. അപ്പോൾ കേദാർനാഥ് പോകണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ലേ കഴിഞ്ഞു, മണാലി കഴിഞ്ഞ് അടുത്ത് പോകുന്നത് നമ്മൾ കേദാർനാഥിലേക്കാണ്. അപ്പോൾ അങ്ങനെ കേദാർനാഥിലേക്ക് പോകുന്ന യാത്രയിൽ അന്നിപ്പോൾ എന്തായാലും പാതി വഴിയിൽ ഒരു റൂമിൽ സ്റ്റേ ചെയ്യണം. അങ്ങനെ വൈകുന്നേരം ആയതും ഭയങ്കര മഴ. അങ്ങനെ ഞങ്ങൾക്ക് ഇനി ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റാതെ ഞങ്ങൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനുണ്ടായത്. ഇനി കേദാർനാഥ് പോയിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ. ഇത് കണ്ടോ, ഇത് വായിച്ചു നോക്കിയോ. ഇത് ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ലേയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ അവൾക്ക് എത്തത്തില്ല, അവൾ കുറച്ചുകൂടെ വലുതായി. അപ്പോൾ ഇനി ഇത് എൻ്റെ ലേ ട്രാവലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഫ്രെയിം ചെയ്യാനാണ് പ്ലാൻ. നല്ല സീനിക്കുമാണ്. ഒരു സൈഡിൽ കൂടെ നദിയൊക്കെ പോകുന്നത് കൊണ്ട് കാണാനും നല്ല രസമാണ്. വിഷമമുണ്ട് ഉള്ളിൽ, പക്ഷേ സാഹചര്യം അതാണ്. അവിടെ ഭയങ്കര മഴയാണ്. മുകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ മുകളിൽ ഉണ്ടാവുന്നുണ്ട്.